കായംകുളം നടക്കാവ് 17-ാം നമ്പർ NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ എൻഡോമെന്റ് വിതരണം ചെയ്തു. കരയോഗം അംഗങ്ങളുടെ കുട്ടികളിൽ 2025-26 വർഷം SSLC, CBSE വിഭാഗങ്ങളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്കാണ് എൻഡോമെന്റ് വിതരണം ചെയ്തത്. കായംകുളം നടക്കാവ് 17-ാം നമ്പർ NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ 2025-26 വർഷം SSLC, CBSE പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കരയോഗ അംഗങ്ങളുടെ കുട്ടികൾക്ക് എൻഡോമെന്റുകൾ വിതരണം ചെയ്തു. 17-ാം നമ്പർ NSS കരയോഗത്തെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളുടെ എൻറോൾമെന്റ് പരിപാടിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ കരയോഗത്തിലെ എല്ലാ അംഗങ്ങളും ഈ ഉത്തമ പരിപാടിയിൽ പങ്കുചേർന്നിട്ടുണ്ട്. 17-ാം നമ്പർ NS കരയോഗം ഏർപ്പെടുത്തിയിരിക്കുന്ന CBSE സിലബസിൽ പഠിച്ച ഒന്നാം കരസ്ഥമാക്കിയ ദക്ഷിണഖണ്ഡത്തിൽ ഷാജിയുടെയും ജയകുമാറിന്റെയും മകൻ അഭിനന്ദസ് നായർ, SLC മലയാളം വിഷയത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ പാലമുറ്റത്ത് ഹരികൃഷ്ണൻ ഏർപ്പെടുത്തിയിരിക്കുന്ന പാലമുറ്റത്ത് യശസ്വരീരായ പാലമുറ്റത്ത് J. പൊന്നമ്മ പിള്ള എൻഡോമെന്റ് കളയിക്കൽ പുത്തം വീട്ടിൽ ജയേഷ് ചന്ദ്രന്റെയും സിന്ധുകുമാരിയുടെയും മകൾ അമൃത ജയേഷിന് കൊടുക്കാൻ തീരുമാനിച്ചു. SLC പരീക്ഷയിൽ സംസ്കൃതത്തിന് ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടിക്ക് യശസ്വരീരായ കാർവേലിൽ ഇല്ലം വാസുദേവൻ നമ്പൂരി മെമ്മോറിയൽ എൻഡോമെന്റ് ചാങ്കൂർ വീട്ടിൽ സുരേഷ് കുമാറിന്റെയും സൗമ്യയുടെയും മകൾ അമൃത സുരേഷിന് കൊടുക്കും. കുട്ടികൾക്ക് ഈ കാര്യങ്ങൾ എല്ലാം ഭംഗിയായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എല്ലാ വർഷവും നടത്തി വരുന്ന ഈ കാര്യങ്ങൾ വളരെ വിജയകരമായിട്ട് ഈ പ്രാവശ്യം നടത്തുവാൻ തീരുമാനിച്ചു. കരയോഗം വൈസ് പ്രസിഡന്റ് മുരളീധരൻ നായരുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗം താലൂക്ക് പ്രസിഡന്റ് സുനിൽ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സമുദായത്തിനോടൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് വേണം നമുക്ക് മുമ്പോട്ട് നീങ്ങുവാൻ. നമ്മുടെ സമുദായ ആചാര്യ ഭാരതകേസരി മന്നത്തോത്നാഭൻ ഈ സംഘടന ഏകദേശം 112 വർഷങ്ങൾക്ക് മുമ്പ് രൂപീകരിക്കുമ്പോൾ ഉണ്ടായിരുന്ന സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷമല്ല ഇന്നുള്ളത്. നമ്മുടെ സമുദായത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾ ഭിന്നമായി കിടന്ന നായർ സമുദായത്തെ കോർത്തിണക്കി അദ്ദേഹം ഈ സംഘടന രൂപീകരിച്ചു. ഇന്ന് ഏകദേശം 6000-ഓളം ശാഖകളായി പടർന്നു പന്തലിച്ചിരിക്കുന്ന മഹാവൃക്ഷത്തിന്റെ ഭാഗമാകാൻ നമുക്ക് അഭിമാനിക്കാം. ഇന്ന് നമ്മുടെ സംഘടന ഇന്നത്തെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യം അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. ഇന്ന് നമ്മൾ നേരിടുന്ന വിഷയങ്ങൾ നമ്മൾ പരസ്പരം മനസ്സിലാക്കി നമ്മൾ ഒന്നിച്ചു നിന്ന് നമ്മുടെ കുടുംബ സദസ്സുകളിൽ നമ്മൾ നേരിടുന്ന വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നതിന് വേണ്ടിയാണ് ഈ ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നത്. ഇന്ന് നമ്മൾ നേരിടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്താണ്? അദ്ദേഹം ഈ സംഘടന രൂപീകരിക്കുന്ന സമയത്തെ വിദ്യാഭ്യാസമുള്ള അവസരം തുലവും കുറവായിരുന്ന ഒരു സാഹചര്യമായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. കേരളത്തിൻ്റെ ഇന്നത്തെ സാമൂഹികമായ പുരോഗതിക്ക് കാരണം നമുക്ക് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും നായർ സർവീസ് സൊസൈറ്റിയും നമ്മുടെ ആചാര്യൻ സ്ഥാപിച്ച സ്കൂളുകളുമാണ്. അദ്ദേഹം സ്ഥാപിച്ച സ്കൂളുകളിൽ നായർ സമുദായത്തിൽപ്പെട്ട കുട്ടികൾക്ക് മാത്രമായിരുന്നില്ല, എല്ലാ സമുദായ അംഗങ്ങൾക്കും സമുദായത്തിലെ കുട്ടികൾക്കും പ്രവേശനമുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ഒരു വിദ്യാഭ്യാസ രംഗത്തൊരു സാമൂഹിക വിപ്ലവം തന്നെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു. കേരളവും കണ്ട ഏറ്റവും ശക്തനായ നവോത്ഥാന നായകനായിരുന്നു ഭാരതകേസരി മന്നത്തോത്പനാഭൻ. സെക്രട്ടറി ഹരിഹരൻ നായർ, വനിതാ സമാജം പ്രസിഡന്റ് ജലജാദാസ്, സെക്രട്ടറി സ്മിത കുറുപ്പ്, കമ്മിറ്റി അംഗങ്ങളായ കളീക്കൽ തറയിൽ രാജശേഖരൻ പിള്ള, ഹരികൃഷ്ണൻ പാലമുറ്റത്ത്, വേണുഗോപാലൻ നായർ എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.